സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയിൽ ശുശ്രൂഷയ്ക്കായി കർത്താവ് നിയമിച്ചയച്ചിരിക്കുന്ന ബഹുമാന്യനായ എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ ബിനു തോമസ്, അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷകൾ സഹകരിക്കുന്ന മറ്റ് കർത്തൃ ശുശ്രൂഷകന്മാർ, സഹോദരങ്ങൾ, ഈ സഭയിലെ വിശ്വാസികൾ, നിങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയ പോരാട്ടം എന്ന വിഷയമാണല്ലോ. ആത്മീയ പോരാട്ടം കുറച്ച് കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. അത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയേണ്ടി വരും. സ്തോത്രം. കാരണം കർത്താവ് എപ്പോഴും പറഞ്ഞല്ലോ, സത്യമായി സത്യമായി ആമേൻ ആമേൻ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറയാൻ ആവശ്യമായി വരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളാണ് ഇന്ന് ചുറ്റുപാടുകളിലുള്ളത്. സ്തോത്രം. തുടർന്ന് ഇന്ന് ഒരു കൺക്ലൂഷനായിട്ട്, എൻ്റെ കൺക്ലൂഷനൊന്നും പറയാനൊക്കില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് പറയാം. ബാക്കി നിങ്ങൾ വചനത്തിൽ നിന്ന് വായിച്ച് നിങ്ങൾ ഉൾക്കൊള്ളുക. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, ഇന്ന് പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും വിയോജിപ്പുണ്ടെങ്കിൽ പാസ്റ്ററോട് പറയണം, അദ്ദേഹം എന്നോട് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇപ്പം വാട്സാപ്പ് ഒക്കെ ഇല്ലേ, ഈസിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാനുള്ള അവകാശമുണ്ട്. സ്തോത്രം. അത് നിങ്ങളുടെ അവകാശമാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പുറമേ കാണാൻ കഴിയുന്നില്ലെങ്കിലും അരയിൽ ഒരു തോർത്തും ചുറ്റി പാത്രത്തിൽ വെള്ളവും പിടിച്ച് ഞാൻ ദൈവമക്കളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അർത്ഥം മനസ്സിലായല്ലോ? ഐ ആം ഹിയർ ടു സെർവ് യു. Serving is my responsibility and getting served is your privilege, or rather your right. നിങ്ങളുടെ അവകാശമാണത്. അതുകൊണ്ട് ന്യായമായ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ പൂർണ്ണ അവകാശമുണ്ട്. സ്തോത്രം. ഇന്നത്തെ തുടർന്നുള്ള ചിന്തയ്ക്ക് ആധാരമായിരിക്കുവാനായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 10-ാമത്തെ അധ്യായം, ഇതിൻ്റെ 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സ്തോത്രം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും പിടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുകയും നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. വളരെ നന്ദി. നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു. അത്രയും മതി, തൽക്കാലം അത്രയും മതി. സ്തോത്രം. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ വായിക്കണം കേട്ടോ. സ്തോത്രം. ആത്മീക പോരാട്ടം. ആത്മീയ പോരാട്ടം എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ വേണം. നമുക്ക് പോരാട്ടം, നമ്മുടെ പ്രതിയോഗി ആരാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ മറക്കരുത്. 1 പത്രോസ് 5:8. സ്തോത്രം. ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. സ്തോത്രം. പിശാച് നമുക്ക് പ്രതിയോഗിയായിട്ടുണ്ട്. പിശാചിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭൗമികമായ നിലകളിൽ നമ്മളെ കഷ്ടത്തിലാക്കുക, പ്രശ്നത്തിലാക്കുക എന്നുള്ളതല്ല. അതല്ല പ്രധാന ലക്ഷ്യം. അവൻ്റെ പ്രധാന ലക്ഷ്യം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മളെ വഷളാക്കി കളയുക, കർത്താവിൽ നിന്ന് വേർതിരിക്കുക, നിത്യജീവൻ അവകാശമാക്കുന്നതിൽ നിന്ന് ഒഴിച്ചു നിർത്തുക. അതുകൊണ്ട് അവൻ ഒരു ഗുണവുമില്ല, അവൻ അണികൾ കൂടുന്നില്ല. കാരണം അവൻ നരകത്തിൽ യാതന അനുഭവിക്കുന്നവനാണ്. നിങ്ങൾ വിചാരിക്കരുത് സ്വർഗം ദൈവത്തിൻ്റെ സ്വർഗവും ദൈവത്തിൻ്റെ രാജ്യവും നരകം പിശാചിൻ്റെ രാജ്യവും എന്ന് ചിന്തിക്കരുത്. പിശാചിൻ്റെ രാജ്യമല്ല നരകം. നരകത്തിലും വാഴുന്നവൻ ദൈവമാണ്. അതാണ് സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം നരകത്തിലുമുണ്ട്. 139-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ തിരുസന്നിധിയുടെ സ്വർഗത്തിൽ കയറിയാൽ അവിടെ, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയുണ്ട്. അവിടെയും ദൈവസാന്നിധ്യമുണ്ട്. കാരണം ദൈവം സർവ്വവ്യാപിയാണ്. പിശാചിന് നമ്മളെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തിയതുകൊണ്ട് ഒരു നേട്ടവുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഈവിൾ സാറ്റിസ്ഫാക്ഷൻ. നോക്കണേ, 2 കുഞ്ഞുങ്ങൾ, 2 പേരും ഭയങ്കര ഉറ്റ സുഹൃത്തുക്കളാണ്. സ്കൂളിൽ പഠിക്കുന്നു. ഉറ്റ സുഹൃത്തുക്കളായിട്ട് ഒന്നിച്ച് സ്കൂളിൽ പോകുന്നു, ഒന്നിച്ച് എല്ലാം നടക്കുന്നു. അങ്ങനെ ഇരുന്നപ്പം, ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ പശ്ചാത്തലത്തിൽ പറയാം, റിസൾട്ട് അറിയുന്ന ദിവസമായി. അന്നും 2 പേരും വലിയ കൂട്ടുകാരായിട്ട് ഒന്നിച്ച് സ്കൂളിൽ പോയി. സ്കൂളിൽ ചെന്ന് റിസൾട്ട് പാസ്സാവേണ്ട ലിസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. പുറത്ത് നിന്ന് ആ ജാലിയിലൂടെ ലിസ്റ്റ് നോക്കിയപ്പം ഒരാളിൻ്റെ പേരില്ല. തോറ്റു. വിഷമായി. അപ്പോൾ അടുത്ത ചിന്ത എന്നറിയോ, കൂട്ടുകാരിയുടെ പേരുണ്ടോ? കൂട്ടുകാരുടെ പേരുണ്ടോ എന്ന് ചോദിക്കുമ്പം കൂട്ടുകാരിയുടെ പേരില്ലെന്ന് കാണുമ്പോൾ ഒരാശ്വാസം. ഇവള് ജയിച്ചോ? ഇല്ല, ജയിച്ചില്ല.
കൂട്ടുകാരിയും കൂടെ തോറ്റു എന്നറിയുമ്പോൾ ഒരു ഈവിൾ സാറ്റിസ്ഫാക്ഷൻ. ഇതാ പിശാചിന് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരിയും കൂടെ മീൻസ് കൂട്ടുകാർ ജയിച്ചു എന്ന് കണ്ടുവച്ചാൽ പിന്നെ കൂട്ടുകാരുടെ കൂടെ പോരാൻ നിൽക്കാലോ, ഒറ്റ ഓട്ടം കൊടുക്കളേ ഇല്ലേ? കൂട്ടുവെട്ടി അവിടെ കൊണ്ട് നോക്കണേ. ആ ഈവിൾ സാറ്റിസ്ഫാക്ഷൻ മാത്രമേ പിശാചിന് ഉള്ളൂ. അല്ല, അവന് ഒരു നേട്ടവും നമ്മളെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തിയതുണ്ടാകുന്നില്ല. എന്നാൽ അവൻ്റെ ആ തിന്മ വാസനയ്ക്ക് ഒരു സംതൃപ്തി ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട, അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഒഴിവുള്ളവരാകുവാൻ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം. സ്തോത്രം. അതെ, ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മുടെ പോരിൻ്റെ ഞങ്ങൾ ജഡത്തിൽ പാർക്കുന്നവരെങ്കിലും ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. കർത്താവ് നമ്മളെ പട ചേർത്തിരിക്കുന്നു. നമ്മൾ തിമോത്തിയോസിന്റെ നേരത്തെ വായിക്കുന്നു, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതിൻ്റെ ഗ്രീക്ക് മൂല പദത്തിൻ്റെ അർത്ഥം ജീവന കാര്യങ്ങളിൽ കുരുങ്ങിപ്പോകുന്നില്ലെന്ന. ഹിന്ദിക്കാർ പറഞ്ഞില്ല, ഫസ്റ്റ് ജാന കുരുങ്ങിപ്പോകുന്നില്ല. He does not get entangled in the mundane affairs. ഭൗമിക കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല? കുരുങ്ങിപ്പോകുന്നില്ല. നോക്കണേ, ആത്മിക ജീവിതത്തിൽ മുന്നേറുന്നതിന് തടസ്സമായുള്ള യാതൊരു ഭൗമിക കുരുക്കുകളിലും ചെന്ന് പെടാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പം കാഹളം ധ്വനിച്ചാലും റെഡി പോകാനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഭൗമിക കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നില്ല. നമ്മളെ പട ചേർത്തവൻ എന്ത് ചെയ്തു? ആയുധങ്ങളും തന്നിട്ടുണ്ട്. പടചേർത്തവനായത് പട്ടാളത്തിൽ പോകുന്നവർ ഈ RSSകാർ വേറെ, അവർ എല്ലാവരും അവനവൻ്റെ വടി ഉണ്ടാക്കിക്കോണം. സ്തോത്രം. പക്ഷേ ഇവിടുത്തെ സർക്കാരിൽ, ഇവിടുത്തെ പട്ടാളത്തിൽ ചേർന്നാൽ ഏറ്റവും ഉള്ളതിലൊരു നല്ലൊരു തോക്ക് മേടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടോ? ഇല്ല. സ്തോത്രം. അവനങ്ങ് ചെന്നാൽ മതി. അവനെ പരിശീലിപ്പിച്ച് നോക്കണേ, അവന് ആയുധങ്ങൾ കൊടുത്ത് അവനെ വേണ്ട എല്ലാ ഒത്താശകളും അവന് കൊടുത്ത് അവനെ പടക്കളത്തിൽ നിർത്തിക്കൊള്ളും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പട ചേർത്തവൻ നമുക്ക് വേണ്ട ആയുധങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശീലനവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പരിശീലനത്തിന് വിധേയപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതിനുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പക്ഷെ ഒരു കാര്യം കൂടെ മറക്കരുത്. സാദൃശ്യം പറഞ്ഞുകൊണ്ട് അല്പം കൂടെ ഒന്ന് പറയാം. അതായത്, ഇവിടെ പട്ടാളത്തിൽ ഒരാൾ ജോയിൻ ചെയ്താൽ പിന്നെ ഒരു പാർട്ട് ടൈം ജോലിയും ചെയ്യാൻ അനുവാദം ഇല്ല. ഒരു പാർട്ട് ടൈം ജോലിയും പിന്നെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ സർവീസും 24/7, മുഴുവൻ സമയവും, മുഴുവൻ ശ്രദ്ധയും, മുഴുവൻ കഴിവുകളും, മുഴുവൻ സേവനങ്ങളും ആ മിലിറ്ററി സർവീസിൽ തന്നെ ആയിരിക്കണം എന്നതുപോലെ നമ്മളും കർത്താവിനായി വേർതിരിക്കപ്പെട്ടാൽ എന്ത് ചെയ്താലും ദൈവനാമത്തിൽ ചെയ്യാനുള്ള ഒരു മനസ്സൊരുക്കവും ഒരു സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. 100% കർത്താവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഇനി നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങൾ അല്ല. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. ആത്മലോകത്തോടാണ് നമ്മൾ പോരിടുന്നത്. ആത്മലോകത്തോട് പോരിടണമെങ്കിൽ ഭൗമിക ലോകത്തിലെ ആയുധങ്ങൾ പോരാ. നമ്മൾ ആത്മീക പോരാട്ടത്തിലായതിനാൽ നമ്മുടെ ആയുധങ്ങൾ ആത്മീകമാണ്, ജഡികമായത് അല്ല, കാർമ്മികമായ ഒന്നുമല്ല. എന്നാൽ ശ്രദ്ധിക്കണേ, സഭ 4-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ, 4-ാം നൂറ്റാണ്ടിൽ AD 312 കുസ്തന്തീനോസ് ചക്രവർത്തി മനം മാറാതെ മതം മാറി. അതിനുശേഷം കാർമ്മികമായ പല നടപടികളും ദൈവസഭയിൽ കടന്നുകൂടി. 10 നീണ്ട നൂറ്റാണ്ടുകൾ നോക്കണേ, 14-ാം നൂറ്റാണ്ട് വരെ ആ കാലഘട്ടത്തിൽ സഭ കാർമ്മികമായ
പലതിലേക്കും തിരിഞ്ഞുപോയി. ഇന്നലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച ഒരു വാക്യം വായിച്ച് കേൾപ്പിച്ചിരുന്നു, തുയഥൈരയിലെ സഭയുടെ ദൂതനെന്ന്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകളോടുള്ള ദൂത് എന്ന് പറയുന്നത് അത് സഭാ ചരിത്രത്തിലെ 7 കാലഘട്ടങ്ങളോട് നമുക്ക് ഉപമിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ക്ലാസ് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്, ഓൺലൈനിലുമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഇപ്പം ഞാൻ ഈ ദിവസങ്ങൾ അതാണ് ഈ ഭാഗമായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, എല്ലാ ചൊവ്വാഴ്ചയും നാട്ടിലെ സമയം 7 മുതൽ 8:30 വരെയാണ്. ഇവിടെ 4:30 വരെ. അത് നിങ്ങൾ ജോലി സമയമാണ്, നിങ്ങൾക്ക് കയറാൻ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ല. എങ്കിലും സ്തോത്രം, സാവകാശമുള്ളവരുണ്ടെങ്കിൽ അതിൽ ഈ തുയഥൈര എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സഭാ ചരിത്രത്തിൻ്റെ 7 ഘട്ടങ്ങളാണത്. എഫസോസ്, മുർദ, പെർഗമോസ്, തുയഥൈര. പെർഗമോസ് എന്ന് പറഞ്ഞാൽ ഉയർച്ച. കുസ്തന്തീനോസ് ചക്രവർത്തി മനം മാറിക്കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് വലിയ ഉയർച്ച കിട്ടി. നോക്കണേ, ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരുന്നിടത്ത് അരമനകളിൽ നിന്നും ഭദ്രാസനങ്ങളിൽ നിന്നും നോം കൽപ്പിക്കുന്നു എന്ന് ബൂളാകൾ ഇറക്കാൻ തുടങ്ങി. സഭയ്ക്ക് അങ്ങ് സ്ഥാനം കിട്ടി. വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നോക്കണേ, അതാണ് പെർഗമോസ്. അത് കഴിഞ്ഞാൽ എന്തു പറ്റി? തുയഥൈര. തുയഥൈര എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം വേദിക്കല്ലുകളുടെ പട്ടണമെന്നാണ്. ബലി കർമ്മങ്ങളിൽ ആസക്ത. സഭ അങ്ങനെയായി. സഭ പോരാട്ടത്തിൽ കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞു, അനുഷ്ഠാനങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതാ കർത്താവിൻ്റെ തിരുമേശ നമ്മളിപ്പോൾ ഇവിടെ അനുഷ്ഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ, തുയഥൈര കാലഘട്ടത്തിൽ ഇതൊരു കർമ്മമാക്കി. നോക്കണേ, വസ്തുമാറ്റം എന്ന ഒരു ഉപദേശം സഭ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ അപ്പം യേശുവിൻ്റെ ശരീരമാകുന്നുവെന്നും ഈ വീഞ്ഞ് യേശുവിൻ്റെ രക്തമാകുന്നുവെന്നും ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്ന വസ്തുമാറ്റ സിദ്ധാന്തം അവർ പഠിപ്പിക്കാൻ തുടങ്ങി. അവരിന്നും റോമൻ കത്തോലിക്ക സഭ ഇന്നും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ ചില ഏതാണ്ടൊക്കെ വീഡിയോ ഒക്കെ വന്നായിരുന്നല്ലോ, മാംസമാകുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിൽ. ഞാൻ ആരെയും വിമർശിക്കല്ല, സത്യമായ കാര്യം പറയുകയാണ്. ശ്രദ്ധിക്കണം, അത് കർമ്മങ്ങൾ. കർത്താവ് പറഞ്ഞില്ലോ, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. നിങ്ങളെൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം. അപ്പം എന്താ എൻ്റെ അർത്ഥം? അത് കർത്തമേശയിൽ പങ്കെടുക്കുന്നതല്ലേ? ഇത് മാംസമാകുകയല്ലയോ? പാവപ്പെട്ട ആളുകൾ അങ്ങനെ അങ്ങ് തിരിച്ചു പോകും. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് നോക്കണേ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം അപ്പോഴും അപ്പമാണ്. അത് കൂട്ടായ്മയാണ്, ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കണമെന്നും കർത്താവിൻ്റെ രക്തം പാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞ് വ്യക്തമാക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ തിയറി പറഞ്ഞാൽ ഒത്തിരി നേരം പറയേണ്ടി വരും. ഞാൻ ഡൽഹിയിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന കാലം ഞങ്ങളുടെ സഭയിലെ ഒരു അച്ചായനം, അദ്ദേഹം ഒരു വീനസ് ടെമ്പോ സർവീസ് എന്ന് പറഞ്ഞ് ഈ ടെമ്പോ വണ്ടികൾ ഉണ്ടായിരുന്നു. ഒരു 10-20 വണ്ടിയുണ്ട്. ഈ പണ്ട് ഉണ്ടായിരുന്ന മാറ്റഡോറിൻ്റെ വണ്ടികൾ, കൊച്ച് മിനി ലോറികൾ. അദ്ദേഹത്തിനൊരു കോൺട്രാക്റ്റ് ഉണ്ട്, സൂപ്പർ ബജാർ എന്ന് പറയുന്ന ചെയിൻ ഓഫ് ഷോപ്സ് ഡൽഹിയിലുണ്ട്. അവിടെ എല്ലാം ഇന്ന് രാവിലെ 6 മണിക്ക് മുമ്പ് പച്ചക്കറി എത്തിക്കാൻ കോൺട്രാക്റ്റ് ഉണ്ട്. അദ്ദേഹം വെളുപ്പിനെ ഏതാണ്ട് 15 വണ്ടിയോ മറ്റോ പോകും സബ്ജി മണ്ടിയിൽ, ഹോൾസെയിൽ മാർക്കറ്റിൽ ചെന്ന് ഈ സബ്ജി അവിടെ നിന്ന് കയറ്റി എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കും. 15 വണ്ടി മറ്റോ പോയെങ്കിലും ഒക്കെയുള്ളൂ. ഒരു ഡ്രൈവർ വന്നില്ലെങ്കിൽ വേറെ ആൾറെഡി ഒരു ഡ്രൈവർ വന്നില്ല, ഒരു പുതിയ വണ്ടി മേടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹെഫ്റ്റി ഗായ്. അദ്ദേഹം ശരി വാ പോയേക്കാമെന്ന് പറഞ്ഞ് തൻ്റെ അനന്തരം നാട്ടിൽ നിന്ന് അവനെയും കൂട്ടി പുതിയ വണ്ടിയെ കയറിപ്പോയി. പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പ്രത്യേക പെയിൻറ്റും പേരും ഒക്കെ ഉള്ളതുകൊണ്ട് കൊച്ചു പച്ചക്കറി കച്ചവടക്കാർ 6 പേര് പുറകെ കയറി, ഓപ്പൺ സ്പേസിൽ കയറി. ഇച്ചിരി വൈകിയത് കൊണ്ട് അത് ഇച്ചിരി വേഗം പോകുമ്പോൾ, ഡൽഹി അറിയാവുന്നവർക്കറിയാമല്ലോ, മായാപുരി എന്നൊരു സ്ഥലമുണ്ട്. ആ മായാപുരിയിൽ ഒരു വലിയൊരു ഫ്ലൈ ഓവറുണ്ട്. ആ ഫ്ലൈ ഓവർ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ സബ്ജി വണ്ടിയിലോട്ട് എത്തുന്നത്. ഈ ഫ്ലൈ ഓവർ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ, മുമ്പിലത്തെ 2 പേരും അങ്ങ് ജാമായി. പക്ഷെ പെട്ടെന്ന് ജാമായി വണ്ടി തലകുത്തി അടിച്ചു. പുറയിൽ 6 പേര്, 5 പേര് ഓൺ ദ സ്പോട്ട് മരിച്ചു. വേഗം ആള് കൂടി പോലീസ് വന്നു, വണ്ടി പൊക്കി 5 മൃതശരീരങ്ങൾ ഫുട്പാത്തിലോട്ട് നടത്തിക്കിടത്തി. 6-ാമനെ മാരകമായി മുറിപ്പെട്ടവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് പുറകെ പോലീസ് വന്നു. ഇവർക്ക് ക്യാബിനിൽ നിന്ന് 2 പേർക്കൊന്നും പറ്റില്ല. ഇവർ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ ഇങ്ങോട്ട് ചാടി ഇറങ്ങി വന്നു, ജീപ്പിൽ ചാടി ഇറങ്ങി, കയ്യിൽ ആദ്യമായിട്ട് ഇറങ്ങി വന്നു. 5 ശവങ്ങൾ നോക്കി, വല്ല അനക്കമുണ്ടോ? കോൺചലായ ഗാഡി, ഒരനക്കവും ഇല്ല. ആരാണ് വണ്ടി ഓടിച്ചെന്ന് ചോദിച്ചു. കോൺചലയാടി. ഉടനെ നമ്മുടെ അച്ഛൻ
വലിയ സൈസാണ്, ഒരു എക്സർവീസ് മാൻ. അദ്ദേഹം പിന്നെ ഞാനാ ഓടിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ മരിച്ചത് 5 ഹിന്ദിക്കാരന്മാർ. ഓടിച്ചെന്ന് പറയുന്നത് മദ്രാസി. വഴക്കങ്ങോട്ട് അരിശം വന്നിട്ട് ആ പോലീസുകാരൻ, സബ് ഇൻസ്പെക്ടർ, കയ്യിലെന്താ ലാത്തി കൊണ്ട് അച്ഛൻ്റെ കുടവയറിന് ഒരു കൂത്ത കൊടുത്തേച്ചു. കണ്ണിലോട്ട് തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു, തു കുത്തേ തു പാഞ്ചൻ ക മാംസ കായ തു കുത്തേ തു പാഞ്ചൻ ക കൂൽപ്പിയ. എടാ നായേ, നീ 5 പേരുടെ മാംസം തിന്നോ, നീ 5 പേരുടെ ചോര കുടിച്ചോടാ നായേ. 3 പ്രാവശ്യം കണ്ണിലോട്ട് തുറിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ചോദിച്ചു. ഒരു തുള്ളി ചോര ചുണ്ടേ പോയോ? ഒരു നുള്ളു മാംസം തിന്നോ? പക്ഷെ എന്താ പറഞ്ഞത്? 5 പേരുടെ മാംസം തിന്നു, 5 പേരുടെ രക്തം കുടിച്ചു. അർത്ഥം എന്താ? 5 പേരുടെ ശരീരം തകരാനും 5 പേരുടെ രക്തം ചിന്താനും താൻ തൻ്റെ അശ്രദ്ധ മൂലം കാരണക്കാരനായി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇതാണ് കർത്തൃമേശ. ശ്രദ്ധിക്കണേ, സ്തോത്രം. അവൻ്റെ മാംസം തിന്നണം, അവൻ്റെ രക്തം കുടിക്കണമെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ തിരുശരീരം തകർക്കപ്പെടുവാൻ ഞാൻ എൻ്റെ അകൃത്യ നിമിത്തം കാരണക്കാരനായി, യേശുവിൻ്റെ പരിശുദ്ധ രക്തം ചിന്തുവാൻ ഞാൻ എൻ്റെ പാപനിമിത്തം കാരണക്കാരനായി എന്ന് സ്തോത്രം ഹൃദയപൂർവ്വം അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ആ മരണം എൻ്റെ മരണമാണ് സ്തോത്രം എന്ന് അംഗീകരിക്കുന്ന ആ ഹൃദയപൂർവ്വമുള്ള ആ അംഗീകരണമാണ് അവൻ്റെ മാംസം തിന്നണം, അവൻ്റെ രക്തം കുടിക്കണം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. ഇന്നിപ്പോൾ കർത്തൃമേശയുടെ അപ്പം വന്നപ്പോൾ നിങ്ങൾ ഒരു നുള്ളു മുറിച്ചപ്പോൾ യേശുവിൻ്റെ തിരുശരീരം തകർക്കുവാൻ ഞാൻ കാരണക്കാരനായി എന്ന ഹൃദയപൂർവ്വമായുള്ള അംഗീകാരത്തോടും അനുതാപത്തോടും സമർപ്പണത്തോടും കൂടെ വേണം അത് ചെയ്യാൻ. ഹല്ലേലൂയ. ഒരിറ്റ് വീഞ്ഞ് രുചിക്കുമ്പോൾ യേശുവിൻ്റെ തിരുരക്തം ചിന്തുവാൻ ഞാൻ കാരണക്കാരനായി എന്ന് അത് ഈ കാർമ്മികമായി നമ്മളത് അംഗീകരിക്കുകയാണ്. സ്തോത്രം. ഈ അപ്പമോ വീഞ്ഞോ അല്ല അവിടെ പ്രധാനം. നമ്മുടെ പ്രധാനം നമ്മുടെ ആന്തരികമായുള്ള വിശ്വാസവും സമർപ്പണവുമാണ്. നോക്കണേ, സ്തോത്രം. എന്നാൽ ഇത് കാർമ്മികമായി ജഡികമായ ഒരു കർമ്മമായി ഇതിന് വസ്തുമാറ്റം ആരോപിച്ചു സഭാ ചരിത്രത്തിൽ. സ്തോത്രം. അങ്ങനെയായി. എന്തിന് അവരെ തന്നെ പറയണം? നമ്മുടെ ഇടയിലോട്ട് വന്നാലും ഇപ്പോൾ നമ്മളും നോക്കണേ, സ്തോത്രം. ഇന്ന കാര്യം ചെയ്താൽ ഇന്ന പോലെ, ആരാധിച്ചാൽ വിടുതൽ കിട്ടും, പാടരുത് അതൊന്നും കേട്ടോ. നോക്കട്ടെ, പ്രാർത്ഥിച്ചാൽ കാര്യം കാര്യം ദൈവത്തോട് പറഞ്ഞാൽ ദൈവം സാധിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന് പ്രസാദം. മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. ജഡികമായതിലേക്ക്, കാർമ്മികമായതിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകരുത്. ആത്മീകമാണ് നമ്മുടെ ആയുധങ്ങൾ, ആത്മീകമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മീക കാര്യങ്ങൾക്ക്, ആത്മീയ പോരാട്ടത്തിൽ ആത്മീയമായ ആയുധങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കുവാനായിട്ട്. എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾ. സ്തോത്രം. അതെ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. സ്തോത്രം. ഈവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചാൽ ആ ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. അല്ലാതെ ഉപവസിച്ചത് കൊണ്ട് എൻ്റെ കാര്യം സാധിച്ചു എന്ന് പറയരുത്. ദൈവം കരുണ തോന്നി ആ കാര്യം സാധിപ്പിച്ചെന്നേ പറയാവൂ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ നിരാഹാരം കിടക്കുന്നവൻ എന്തോ ചെയ്യും? നിരാഹാരം കിടക്കുന്നോ ചാകട്ടെ എന്ന് പറഞ്ഞ് നിരാഹാരം കിടക്കുന്നവൻ അവൻ ആ കാര്യം അധികാരി സാധിച്ചു കൊടുക്കും. നിരാഹാരം കിടന്നതുകൊണ്ട് കാര്യം നടന്നു. നമ്മൾ ഒരിക്കലും ഉപവസിച്ചത് കൊണ്ട് ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടു എന്നതിനാൽ ഞാൻ ഉപവസിച്ചത് കൊണ്ടാണ് ദൈവം ചെയ്തതെന്ന് പോലും പറയാൻ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? പാടില്ല. ഞാൻ എൻ്റെ സങ്കടം എൻ്റെ കർത്താവിനോട് അറിയിച്ചു. സ്തോത്രം. എൻ്റെ ആഹാരത്തെക്കാൾ ദൈവത്തിൻ്റെ ഇടപെടൽ സ്തോത്രം പ്രധാനമാണെന്ന് ഞാൻ ദൈവത്തോട് അറിയിച്ചു. ഹല്ലേലൂയ. ഞാൻ സമയം വേർതിരിച്ചിരുന്ന് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എന്നോട് കരുണ ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ പാടും. കാർമ്മികമായതിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. ഹല്ലേലൂയ. പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഇവിടെ നമ്മൾ കണ്ടില്ലേ? സ്തോത്രം. നോക്കണേ, സ്തോത്രം. പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. പിന്നെ എന്താ? അത് ആത്മീയമാണ്. അത് ഈ ആത്മീയ ആയുധങ്ങൾ എന്തിനാ? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. സ്തോത്രം. കോട്ടകളെ ഇടിപ്പാൻ.
എന്താ ഈ കോട്ട? നമ്മുടെ ഇടയിൽ ഒരു പാട്ടുണ്ടായിരുന്നു, എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ്റെ വലിപ്പം സാരമില്ല. എന്നിട്ട് അടുത്ത എന്താ? ഒന്നിച്ച് നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. അങ്ങനെ ഒരു പാട്ടില്ലേ? എൻ്റെ കൂടെ ഉണ്ടേ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ ഒരുമിച്ച് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ചാൽ ആ പ്രശ്നം ആ ആർപ്പ് കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നൊരാശയം എങ്ങനെയോ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും, ഒരു കുഴപ്പമില്ല. ഇന്ന് വെള്ളിയല്ലേ ആയുള്ളൂ, ഞായറാഴ്ച വെളുപ്പിനെ ഞാൻ പോവുള്ളൂ. സ്തോത്രം. ഒരു കുഴപ്പമില്ല. സ്തോത്രം. യു ആർ വെൽക്കം. സ്തോത്രം. മറക്കല്ലേ കേട്ടോ, ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡികങ്ങൾ. ജഡികമായത് അല്ല. എന്താ കോട്ട? ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ കോട്ട? സ്തോത്രം. ഇവിടെ കണ്ടില്ലേ, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ ആകയാൽ ഞങ്ങൾ, കോട്ട കണ്ടോ, സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി, കണ്ടോ കോട്ട, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകൾ. സ്തോത്രം. എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണേ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി. സ്തോത്രം. ദൈവത്തെ ദൈവമെന്നോർക്കണം. സ്തോത്രം. ദൈവത്തെ കാമധേനു എന്നോ കൽപ്പകവൃക്ഷമെന്നോ നമ്മൾ ചിന്തിക്കരുത്. അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. എന്താ ചോദിച്ചാലും ഒരനുഷ്ഠാനം, ഒരു കർമ്മം ചെയ്താൽ ഇങ്ങോട്ട് തരുന്നൻ. പണ്ടിവിടെ ഒരു കവി പാടിയിട്ടുണ്ട്, 2 കാശിട്ടാൽ ചുണ്ടിൽ ചിരി വിരിയും തെണ്ടിയല്ല സത്യതയും. ഓർക്കുന്നുണ്ടോ? സ്തോത്രം. ഇതൊന്നും നമ്മൾ ഇന്നത്തെ നമ്മുടെ പിള്ളേർക്ക് പോലും അറിഞ്ഞുകൂടാ. അതൊരു ഒരു 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 സെക്യുലർ ചിന്തകൻ പറഞ്ഞതാ. 2 കാശിട്ടാൽ ചുണ്ടിൽ ചിരി വിരിയും തെണ്ടിയല്ല സത്യദൈവം. സ്തോത്രം. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ, ഒത്തിരി അങ്ങ് സ്തോത്രം ചെയ്താൽ ദൈവം നമ്മുടെ കാര്യം സാധിക്കും എന്ന് നമ്മൾ ധരിക്കരുത്. ദൈവത്തെ സ്തുതിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത് നമ്മുടെ പദവിയാണ്. അത് നമ്മുടെ പദവിയാണ്. എനിക്ക് മൗനമായി ഇരിക്കാൻ കഴിയുകയില്ല. കാര്യം അവനെൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്താൽ, സ്തോത്രം, എൻ്റെ ദൈവത്തിനോടുള്ള ബന്ധം ഓർത്താൽ അവനെ പുകഴ്ത്താതെ ഇരിക്കാൻ എനിക്ക് കഴിയുകയില്ല. പക്ഷേ അതൊന്നും ഒരു സ്വാർത്ഥ താല്പര്യങ്ങളോടും കൂടെ അല്ല, ഒരു കാർമ്മികമായതുമല്ല, അതൊരു ജഡികമായ അനുഷ്ഠാനമല്ല. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണേ. ഹല്ലേലൂയ. കർത്താവിന് വിരോധം, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ദൈവഹിതം ബോധ്യപ്പെട്ട ഒരു ദൈവ പൈതൽ, അവനാണ് ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ. അതിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. മനസ്സിലായല്ലോ? സ്തോത്രം. താല്പര്യങ്ങളുണ്ട്, ഭൗമികമായുള്ള ലക്ഷ്യങ്ങളുണ്ട്. സ്തോത്രം. അവനേക്കാൾ എനിക്ക് മികച്ചവനാകണം, അതിനേക്കാൾ വലിയ സഭയായി ഇതിനെ വളർത്തണം. എൻ്റെ കൂടെ ഉണ്ടോ? അവനേക്കാൾ വലിയ ഒരു വീട് എനിക്ക് പണിയണം. ഭൗമികമായ സങ്കല്പങ്ങൾ, ഉയർച്ച, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഇങ്ങനെയുള്ള ആന്തരികമായ കോട്ടകൾ. സ്തോത്രം. ആ കോട്ടകളെ എന്ത് ചെയ്യണം? സ്തോത്രം. ഇടിച്ചു കളയണം. എങ്ങനെ ഇടിച്ചു കളയും? അതിനുള്ള ആയുധവർഗം. സ്തോത്രം. ആത്മീകമായ ആയുധവർഗമാണ്. വേഗം മുമ്പോട്ടേക്ക് പോയിക്കോട്ടെ, ബാക്കി പറയാൻ അവിടെ ഞാൻ എടുക്കുന്നില്ല. ഈ ആയുധവർഗം എന്താണെന്ന് എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. സ്തോത്രം. ഒന്ന് വായിച്ചിട്ട് 6-ാം അധ്യായം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഭാഷകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും
കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പിയും രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയെ പൂർണ്ണ സ്ഥിരത കാണിക്കും. വളരെ നന്ദി, വളരെ നന്ദി. സ്തോത്രം. സർവായുധവർഗം. സ്തോത്രം. സർവായുധവർഗം എന്നുള്ളതിന്റെ ഗ്രീക്ക് പാനോപ്ലിയ എന്നാണ്. പാനോപ്ലിയ സർവായുധവർഗം. ഇതിന് പുറത്തൊരായുധമില്ല. ഈ കാണുന്നതിന് പുറത്ത് ദൈവ പൈതലിന് മറ്റൊരു ആയുധം ഇല്ല, വേണ്ട. ഒരായുധമില്ല, ആയുധം വേണ്ടതാനും. സ്തോത്രം. എന്താണ് പാനോപ്ലിയ? സർവായുധവർഗം. ദൈവത്തിന്റെ സർവായുധവർഗം, നമ്മുടേതല്ല. ദൈവം നമുക്ക് തന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ഒരു AK-47 റൈഫിളും കൊടുത്ത് പട്ടാളക്കാരനെ വിട്ടിരിക്കുക. അവന് AK-47 റൈഫിളുണ്ട്. ആ AK-47 റൈഫിള് അവൻ്റേതല്ല, സർക്കാരിൻ്റെയാ. സ്തോത്രം. നോക്കണേ, സർക്കാരിൻ്റെയാ. ഇവിടെ മിഗ് വിമാനം പറത്തുന്നു, അല്ലെങ്കിൽ വലിയൊരു യുദ്ധവിമാനം, കോടികൾ വിലയുള്ള ഈ വിമാനം ഒരു പൈലറ്റ് പറത്തിക്കൊണ്ട് പോവുക, പൈലറ്റിൻ്റെതല്ല, അതിവിടുത്തെ സർക്കാരിൻ്റെയാ. ഇതുപോലെ ഹല്ലേലൂയ, ഈ ആയുധങ്ങളൊന്നും നമ്മുടേതല്ല, ദൈവം നമുക്ക് തന്നിരിക്കുക, ഉപയോഗിക്കാൻ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും അറിയാമല്ലോ എന്ന് വിഷമിക്കണ്ട. അത് ദൈവത്തിൻ്റെ ആയുധവർഗമാണെങ്കിൽ അത് ഗ്രഹിക്കാനുള്ള പരിജ്ഞാനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമുക്ക് നൽകിത്തരും. ഹല്ലേലൂയ. അത് മറക്കരുത്. ദൈവത്തിൻ്റെ സർവായുധവർഗം. ഒന്നാമത്, നിങ്ങളെ അരയ്ക്ക് സത്യം കെട്ടിയും. ഒരിക്കലും ഒരു വ്യാജം പറയരുത്. എനിക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര പേടിയാ ദൈവവചനം വായിക്കുമ്പോൾ. സ്തോത്രം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവം. നീ ഇച്ചിരി ഒരു പരിജ്ഞാനം വേണ്ടടാ. നിനക്ക് എന്ത് പറയും, ഇച്ചിരി ഒരു അഭ്യാസം ചെയ്യേണ്ടെന്ന്. ശ്രദ്ധിച്ചേ, എല്ലാ സത്യവും എല്ലാവരോടും പറയണ്ട, പക്ഷെ ഒരിക്കലും ഒരു വ്യാജം പറയരുത്, ഒരു വ്യാജം ഭാവിക്കരുത്. എല്ലാവരും കൂടെ ഉണ്ടേ. സ്തോത്രം. എല്ലാം ഏറ്റവും മുകളിൽ ഈ ആയുധവർഗത്തെ മുഴുവൻ ഇട്ട് മുറുക്കിയിരിക്കുന്നത് ഈ ബെൽറ്റാ. സത്യം കിട്ടിയും. നിങ്ങളെ ആരൊക്കെ സത്യം കിട്ടിയും. നീതി എന്ന ഓർത്തോണം. ഞാനൊരു നീതിമാനാണ്, ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ ഒരു അപ്പച്ചൻ പറയുമായിരുന്നു, എന്നും രാവിലെ എഴുന്നേറ്റ്, സ്തോത്രം, ആദ്യം തന്നോട് തന്നെ പറയണം, ഞാനൊരു നീതിമാനാണ്, ദൈവമേ അവിടുന്ന് എന്നെ നീതീകരിച്ചിരിക്കുന്നു. എൻ്റെ സ്വന്തം നീതിയല്ല, എൻ്റെ സകല പാപങ്ങളും അവിടുന്ന് എന്നോട് ഔദാര്യമായി മോചിച്ചു തന്ന്, സ്തോത്രം, എന്നെ നീതീകരിച്ചു, അവിടുന്ന് എന്നെ നീതിമാനാക്കി. സ്തോത്രം. ഞാനൊരു നീതിമാനാണ്. ഹല്ലേലൂയ. ഇതൊന്നും ഓർക്കണം കേട്ടോ. ഞാനൊരു നീതിമാനാണ്, ദൈവം എന്നെ നീതീകരിച്ചതാണ്. സ്തോത്രം. നീതി എന്ന കവചം, അതാണ് കവചം, ബ്രസ്റ്റ് പ്ലേറ്റ്. സ്തോത്രം. നോക്കണേ, അത് ശരിക്കും അത്യാവശ്യമാണ്. സ്തോത്രം. നീതി എന്ന കവചം ധരിച്ചും. അടുത്തത് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ അഴുക്ക് നമുക്ക് പറ്റാതിരിക്കണമെങ്കിലുണ്ടല്ലോ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ നിങ്ങളുടെ ആളുകളോട് നിങ്ങൾ ആരാണെന്ന് പറയണം. നിങ്ങൾ അവസരം കിട്ടുമ്പോൾ അവരോട് സുവിശേഷം പറയണം. സ്തോത്രം. ഞാനൊരു ദൈവപൈതല. എൻ്റെ പൊന്നു സ്നേഹിത, നമ്മളിതാ ഇവിടേക്ക് അധ്വാനിച്ച് ജീവിക്കുന്നു, മിച്ചമൊക്കെ കിട്ടുന്നുണ്ട്, ഇച്ചിരി സമ്പാദിക്കുന്നൊക്കെ ഉണ്ട്, വീടൊക്കെ പണിത് കുഞ്ഞുങ്ങളുടെ പഠിത്തവും എല്ലാം ചെയ്യുന്നുണ്ട്. എടാ കൊച്ചേ, അല്ലെ എടാ സ്നേഹിത, നമ്മൾ മൂക്കിൽ ഒരു ശ്വാസം പോകുമ്പോൾ നമ്മളിവിടുന്ന് പോകണം. ഈ പോയാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതുവരെയും വല്ലൊരു ഉറപ്പും ഉണ്ടായിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ?
വല്ലവരും ഉറപ്പുണ്ടായിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങോട്ടാ പോകുന്നതെന്ന് ഉറപ്പില്ലാതെ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഒരു ഭോഷത്വമുണ്ടോ? അവൻ ചിലപ്പോൾ പറയും, എവിടെ നീ എന്തേലും ആട്ടെ, നീ ഓർക്കാലേ അറിയോ, എന്തേലും ആട്ടെ. എൻ്റെ പൊന്നു സ്നേഹിത, അത് റിസ്ക് എടുക്കാവുന്നതാണ്. നിത്യത മുഴുവനല്ലേ. അങ്ങനെ റിസ്ക് എടുക്കണ്ട, ഉറപ്പിക്കാം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും. കർത്താവ് പറഞ്ഞു, വഴി പഠിപ്പിക്കാമെന്നല്ല, വഴി ആയിത്തീർന്നിരിക്കുന്നു എന്നാ. രണ്ടും രണ്ടാ. ശ്രദ്ധിച്ചേ. അന്ധനായ ഒരുവൻ ഒരു തിരക്കുള്ള പട്ടണത്തിൽ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി. അടുത്തിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, എനിക്ക് ഇവിടുത്തെ കളക്ട്രേറ്റിൽ വികലാംഗ ക്ഷേമനിധി ബോർഡിലേക്കൊന്ന് പോകാനാണ്, എന്നെ ഒന്ന് വഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ കോട്ടയത്ത് തന്നെ ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഇനി പ്ലാറ്റ്ഫോം നമ്പർ 1 ചെല്ലണം. നേരെ കയറി വലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ പോർച്ച് ചെല്ലും, അവിടെ വലത്തോട്ട് തിരിയണം. വലത്തോട്ട് തിരിഞ്ഞ് അടുത്ത റോഡിൽ ചെല്ലും, അവിടെ ഇടത്തോട്ട് തിരിയണം. ഇടത്തോട്ട് ചെല്ലുമ്പോൾ പിന്നെ ജംഗ്ഷൻ, അവിടുന്ന് നേരെ അങ്ങോട്ട് കയറി നേരെ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ജംഗ്ഷനിൽ ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ അടുത്ത ഗേറ്റിൽ കൂടെ ഇടത്തോട്ട് കയറി പിന്നെ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ, ഞാൻ പറഞ്ഞെല്ലാം കറക്റ്റാ. കാണാപ്പാടം പഠിപ്പിച്ച് ചെല്ലെന്ന് പറഞ്ഞ് വിട്ടാൽ അന്ധനാ. ചെല്ലാനൊക്കുവോ? ചെല്ലാനൊക്കെയില്ല. അപ്പൊ കേട്ട് എന്ന് പറയാം, അയ്യോ എനിക്ക് തിരക്കുണ്ടെന്നാലും ഇങ്ങനെ പറഞ്ഞ് ആ മനുഷ്യനങ്ങ് എത്തും, വാ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് വാന്ന് പറഞ്ഞ് അയാളുടെ കയ്യെ പിടിച്ച് ഈ മറിവും തിരിവും എല്ലാം തിരിച്ച് അവിടെ കൊണ്ടുവന്ന് ആ റിസപ്ഷനിലോട് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അയ്യോ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ തിരിച്ച് ഇവന്റെ കയ്യിലോട്ട് പിടിച്ചോണ്ട് പറയാം, ഇവനാണ് എൻ്റെ വഴി, ഇവനാണ് എൻ്റെ വഴി. ആദ്യത്തവൻ വഴി പഠിപ്പിച്ചു, രണ്ടാമൻ വഴി ആയിത്തീർന്നു. കർത്താവ് നമ്മളെ വഴി പഠിപ്പിച്ചു വെച്ച് പൊക്കോ എന്ന് പറഞ്ഞ് വിടുന്നവനല്ല. കർത്താവ് എപ്പോഴും കൂടെ ഇരുന്ന് ഹല്ലേലൂയ നമ്മുടെ കൈ പിടിച്ച് നടത്തുന്ന നല്ല ദൈവമാണ്. സ്തോത്രം. അവൻ്റെ സ്നേഹ സ്പർശനത്തിൻ്റെ ഊഷ്മളത നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട ഈ പറയുന്ന പോലെ ഒന്നും വിശുദ്ധ ജീവിതം എന്നെ കൊണ്ട് ഒക്കുന്നതല്ല. പേടിക്കണ്ട, നിന്നെ കൈപിടിക്കാൻ കർത്താവ് കൂടുണ്ടെന്നേ. ഹല്ലേലൂയ. സ്തോത്രം. വഴിയായിത്തീർന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയും, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യം അവനോട് പറയണം. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ എനിക്കറിയില്ല. പുട്ട് യുവർ ഹാൻഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ മാൻ ഇൻ ഗാലിലി ഫ്രം ഗാലിലി. പുട്ട് യുവർ ഹാൻഡ്സ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ മാൻ ഫ്രം ഗാലിലി. ഗലീലക്കാരനായ പുരുഷന്റെ കയ്യിലോട്ട് നിന്റെ കൈകൾ രണ്ടും കൊടുത്തേക്കാൻ. Put your hands in the hands of the man from Galilee. സ്തോത്രം. കൈപിടിച്ച് നടത്തിക്കോളും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അധൈര്യപ്പെടണ്ട, നിങ്ങൾക്ക് കഴിവില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട. അവൻ ശക്തനായി കൈപിടിക്കുന്നവനായി കൂടെയുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ സംസർഗത്തിലിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ മറക്കരുത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണേ. സ്തോത്രം. നോക്കണേ. അതുകൊണ്ട് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം അത് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ സുവിശേഷം പറയുന്നവരാണെങ്കിൽ വിശുദ്ധ ജീവിതത്തിന് അത് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പണ്ട് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ 3 ദിവസം ട്രെയിനിൽ പോകണം. സ്തോത്രം. ഇപ്പോഴല്ലേ ഈ AC ഒക്കെ കൂടുതലുള്ള, അന്ന് ഇതൊന്നുമില്ല തന്നെ. ഇപ്പോഴാണ് വെസ്റ്റിബ്യൂളുള്ള എന്ന് പറഞ്ഞാൽ 2 കമ്പാർട്ട്മെന്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടുക്കൂടുള്ള നടവാഴി, ഇടതാഴിയൊക്കെ ഈ അടുത്ത കാലത്താണ്. അന്നൊന്നും അതൊന്നുമില്ല. ഒരു കമ്പാർട്ട്മെന്റ് കയറി അടുത്ത സ്റ്റേഷൻ ചെല്ലുന്നവരെ അതിനകത്ത് നിൽക്കാനേ ഒക്കെയുള്ളൂ. പോകുമ്പം ആളുകൾ അങ്ങ് കയറുമ്പോൾ തന്നെ ഒരു കൈഡിയൊക്കെ എടുത്തു കൊടുക്കും. എടുത്ത് കൊടുത്ത് എന്നിട്ട് ഒരു കാർഡൊക്കെ എടുക്കും. ഏതാ ചീട്ടൊക്കെ എടുക്കും. പിന്നെ എന്ന് വേണ്ട, പിന്നെ വലിയ കമ്പനിയായി അവർ. ആരാന്നേലും മിക്കവാറും പട്ടാളക്കാരൊക്കെ കാണും, വലിയ കമ്പനിയാവും. എന്നാൽ ഞാൻ കയറുമ്പോഴേ ഞാൻ പറയും, ഞാനൊരു ഉപദേശിയാ, പെന്തക്കോസ്തുകാരനാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും എന്നെ കാർഡ് കളിക്കുന്നു എന്ന് ചോദിക്കുകയില്ല, ഒന്ന് വലിക്കുന്നു എന്ന് ചോദിക്കുകയില്ല, ഒരു 100 മില്ലിക്ക് കൂടുന്നു എന്ന് ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. തന്നെയല്ല ഇവരെന്തെങ്കിലും വൃത്തികെട്ട വർത്താനം മിണ്ടാടാ ഉദ്ദേശിച്ചിരിക്കണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം നിങ്ങൾക്കുണ്ടെങ്കിൽ കാലിന് ചെരുപ്പാതെ ഇവിടുത്തെ മാലിന്യങ്ങളൊന്നും നിങ്ങളെ ഏൽക്കാതിരിക്കുവാൻ അത് വളരെ സഹായകരമായിരിക്കും സഹോദരങ്ങളെ. സ്തോത്രം.
കാല് ചെരുപ്പാക്കിയും എന്നിട്ടോ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പളൊക്കെ എടുക്കാത്ത വിശ്വാസമെന്ന എന്റേതോ ഈ ഞാനീ പറയുന്ന ഓരോന്നും മിനിമം 1.5 മണിക്കൂർ ഇതും പറയണം. വിശ്വാസമെന്ന പരീക്ഷ. വിശ്വാസം വ്യക്തിയിലാണ്, വസ്തുതയിലല്ല. ദൈവമെന്ന വ്യക്തിയെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ദൈവം നന്മ മാത്രം ചെയ്യുന്നവനാണ്. അതാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. സ്തോത്രം, ഹല്ലേലൂയ. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ജീവൻ തന്ന് സ്നേഹിച്ചവനും ഒരിക്കലും തെറ്റുപറ്റാത്തവനും ഒരിക്കലും മാറ്റമില്ലാത്തവനും, ഹല്ലേലൂയ, നന്മ മാത്രം ചെയ്യുന്നവനും എന്നെ നന്നായി അറിയുന്നവനുമായ, സ്തോത്രം, അമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ഈ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ എന്റെ ഈ കൊച്ചു ജീവിതം അവന് വലിയ കയ്യിലോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, ഞാൻ അവനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ തലയിലെ ഒരു മുടി പോലും എന്റെ കർത്താവ് അറിയാതെ താഴെ വീഴുകയില്ല. ഈ ഒരു ഉത്ബോധം നമുക്കുണ്ടോ സഹോദരങ്ങളെ? അതാണ് വിശ്വാസമെന്ന്. അപ്പൊ ദുഷ്ടൻ എത്ര തീയം പെയ്തുകൊണ്ട് വന്നാലും ഉണ്ടല്ലോ, ഇതെല്ലാം ഈ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തടുത്തു നിർത്താൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഒരമ്പും നമ്മളെ ഏൽക്കാതിരിക്കത്തക്കതുപോലെ വിശ്വാസം എന്ന പരിച. ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്നു. എനിക്കൊരു ദോഷവും ചെയ്യുന്നവനല്ല എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷയെന്ന ശിരസ്ത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. ജീവൻ തന്നെ വിടുവിച്ചവൻ. സ്തോത്രം, അവനെ പരിപാലിപ്പാൻ ശക്തരാണ്. അവിടെ ഞാൻ നിൽക്കുന്നില്ല. രക്ഷ ശിരസ്ത്രവും പിന്നെ ദൈവവചനമെന്ന ആത്മാവിന്റെ വാളൊക്കെ. സ്തോത്രം. സഹോദരങ്ങളെ, ഈ മേളിൽ പറഞ്ഞത് മുഴുവൻ പ്രൊട്ടക്റ്റീവ് ഗാഡ്ജറ്റ്സ് ആണ്, സംരക്ഷണത്തിനുള്ള ഉപാധികളാണ്. എന്നാൽ ഒറ്റ കാര്യമേ ഉള്ളൂ ആക്രമിക്കാനുള്ളത്. അത് ദൈവവചനമാണ്. ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ. സ്തോത്രം. ഏത് പ്രശ്നങ്ങളും കൊണ്ട് വന്നാലും ദൈവവചനം. സാത്താൻ നമ്മുടെ കർത്താവിനെ തന്നെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വചനം കൊണ്ടാണ് അവനെ ജയിച്ചത്. ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ കൈക്കൊള്ളണം. വചനത്തിന് അധിഷ്ഠിതമല്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നമ്മൾ പോകാൻ പാടുള്ളതല്ല. മിനിമം വേഗതയേക്കാൾ അധികം വേഗതയുള്ള ഒരു വസ്തു ഇവിടെ അന്തരീക്ഷത്തിലോട്ട് കയറിയാൽ ഉടനെ സെൻസിറ്റീവായി. ഇത് സെൻസർ കൊണ്ട് എന്ന് അതിനെ അപ്പോഴേ ഇല്ലാതാക്കത്തക്ക. അതാണ് അയൺ ഡോം. സ്തോത്രം എന്ന് പറയാൻ ഇങ്ങനെ ഒരു കവചവാ. നമുക്ക് നമ്മുടെ മേലുള്ള ഈ ആയുധങ്ങൾ എല്ലാം കവചങ്ങളാ, നമ്മളെ പരിപാലിക്കുന്നതാ. ദുഷ്ടന്റെ തീയമ്പുകൾ വരുന്നു. ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിചയമുണ്ട്. സ്തോത്രം. തലയ്ക്കവനെ അടിക്കാൻ വരുന്നു. രക്ഷയെന്ന ശിരസ്ത്രമുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മളെ ചേറിലാക്കാൻ വരുന്നു. ദൈവം സുവിശേഷത്തിനാണ് ഒരുക്കവന്റെ കാലിന് ചെരുപ്പായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സഹോദരങ്ങളെ, ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. എന്നിട്ട് സകല പ്രാർത്ഥനയാലും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആയുധമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. സകല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലവിധ പ്രാർത്ഥനകളുണ്ട്. പേഴ്സണൽ പ്രെയർ ഉണ്ട്, കമ്മ്യൂണൽ പ്രെയർ ഉണ്ട്. സ്തോത്രം. അതുപോലെ ഉപവസിച്ച് പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ഉപവസിക്കാതെയുള്ള പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. സകലവിധ പ്രാർത്ഥന. ഓൾ വേരിയസ് ടൈപ്സ് ഓഫ് പ്രെയർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ പക്ഷവാത പ്രാർത്ഥനയുണ്ട്. മറ്റൊരുവിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യണം, പക്ഷവാതം ചെയ്ത് പ്രാർത്ഥിക്കണം. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാന്നൊക്കെയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ പോയാൽ ഈ ക്ലോക്ക് എന്നെ പാസ്റ്റർ വിഷമിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകില്ല. എൻ്റെ പൊന്നു സൗകര്യങ്ങളെ ശ്രദ്ധിക്കണേ. പ്രാർത്ഥന എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊള്ളണം. സ്തോത്രം. യേശുവിൻ്റെ നാമം നമുക്ക് ബലമുള്ള ഗോപുരമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ആരുടെ നാമത്തിലാണ് പോകുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദാവീദിന്റെ അഭിഷേകത്തിന് ശേഷം 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ സൗരന്മാരുടെ മധ്യത്തിൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. 16-ാം അധ്യായത്തിൽ അഭിഷേകം ചെയ്തെങ്കിലും 17-ാം അധ്യായത്തിൽ കിരീടം വെക്കുകയല്ല. 17-ാം അധ്യായത്തിൽ ഏതൊരു ജനത്തിന്റെ മീതെയാണോ താൻ രാജാവായി അഭിഷിക്തനായത്, ആ ജനം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ശത്രു ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഗോലിയാത്തിന് നേരെ, സ്തോത്രം, ഇവൻ അവനോട് എതിരിടുകയാണ്.
അവനുടെ എതിരിട്ട് സ്തോത്രം അവനെ പരാജയപ്പെടുത്തി. ഇവന്റെ കയ്യിൽ വാളില്ല, ഓടിച്ചെന്ന് അവന്റെ വാള് വലിച്ചൂരി അവന്റെ കഴുത്ത് വെട്ടി. സ്തോത്രം. അവന്റെ ആയുധവർഗം വലിച്ചെടുത്തു. ഹല്ലേലൂയ, അഴിച്ചെടുത്തു. നോക്കണേ, അപ്പോൾ അവരുടെ മല്ലൻ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യ സൈന്യം പരാജയം സമ്മതിച്ചു. എന്നിട്ട് അവർ ഓട്ടമായി. ഓടുമ്പോൾ ഈ ഇസ്രായേല്യരെല്ലാവരും ഒന്നിച്ചുകൂടി, ഇസ്രായേല്യരും യഹൂദ്യരും ഒന്നിച്ചുകൂടി അവരെ ഓടിച്ചു. അവരെ ഓടിക്കുന്ന ആ ഓടിക്കലിൽ ശ്രദ്ധിക്കണേ, സ്തോത്രം, ഓടിക്കുമ്പോൾ ഒരു മെല്ലിഞ്ഞ ഇച്ചിരി വലിയ ആരോഗ്യമില്ലാത്ത ഒരു ഇസ്രായേലിലെ പടയാളി ഒരു ഫിലിസ്തീനെ ഓടിക്കുക. ഫിലിസ്തീൻ ഓടുക. ഇവൻ പറയേ വാളുമായി പായുമ്പോൾ അവൻ തിരിഞ്ഞു നിന്നു. നിന്നെ ഇപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഈ വലിയ ഫിലിസ്തീൻ തിരിഞ്ഞു നിന്നാൽ ഇവന് പറയാൻ കഴിയും, നിന്റെ മല്ലനെ പരാജയപ്പെടുത്തിയ ദാവീദിന്റെ പേരിൽ കീഴടങ്ങുക എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവൻ കീഴടങ്ങി ഒക്കുള്ളൂ. സ്തോത്രം. കാരണം നിയമം അങ്ങനെയാ വന്നേക്കുന്നത്. അവർ സമ്മതിച്ച വ്യവസ്ഥ അതാ. എല്ലാവരും കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഇതുപോലെയാണ് സഹോദരങ്ങളെ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന യേശുവിന്റെ നാമം നമുക്ക് ബലമുള്ള ഗോപുരമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഏതൊരു ദുഷ്ടശക്തിയും അവിടെ കീഴ്പ്പെടുവാനിടയായി തീരും. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം വായിച്ചാൽ പഴയ നിയമത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. സൈന്യങ്ങളെ യഹോവ, യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളെ യഹോവ, യുദ്ധവീരനായ യഹോവ. ഇല്ലേ? സ്തോത്രം. ആവർത്തിച്ച് കാണാം. പുതിയ നിയമത്തിൽ അതുണ്ടോ? പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും സൈന്യങ്ങളെ യഹോവ എന്നില്ല, യുദ്ധവീരനായ യഹോവ എന്നില്ല. എന്താ കാര്യം? സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. പ്രിയപ്പെട്ട, ഞങ്ങൾ ഈ ബോർഡ് കയറിയാലൊക്കെ കർത്താവിൻ്റെ വചനവുമായി പോകാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. സ്തോത്രം. ചില സന്ദർഭത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ഇന്ന് അങ്ങോട്ട് മൂവ്മെന്റ് ഇല്ല, ഇന്ന് മൂവ്മെന്റ് ഉള്ള ദിവസം നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തടയും. എന്ന് പറഞ്ഞാൽ മിലിറ്ററി മൂവ്മെന്റ് ഉള്ള സമയത്തായിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് തിരിച്ച് മാറി പതുക്കെയും പോരും ഇച്ചിരി റെസ്റ്റ് എടുക്കുകയും ചെയ്യുമ്പോൾ പട്ടാള ട്രക്ക് വരുന്ന കാണാം. ഒന്നിന് പുറകെ ഒന്നായി പട്ടാള ട്രക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ പോയിന്റിലോട്ട് വരുമ്പോഴേക്കും ഇവര് അതിരിക്കുന്ന പട്ടാളക്കാർ വേഗം ഈ പാക്കോളെല്ലാം കൂടി എടുത്ത് തോളെല്ലോട്ട് അങ്ങോട്ട് ഇട്ട് വേഗം ഇങ്ങോട്ട് ഗണ്ടും റൈഫിളും ഇങ്ങോട്ട് പിടിച്ചോണ്ട്, പിന്നെ ട്രക്ക് നിൽക്കാനൊന്നും അവർ നിർത്താൻ നിൽക്കില്ല. സ്ലോ ചെയ്യുമ്പോൾ തന്നെ ചാടി ഇറങ്ങുക. ചാടി ഇറങ്ങുമ്പോഴേ അലറിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ചാടുന്നത് കേൾക്കാം. അത് ഇച്ചിരി കഴിയുമ്പോൾ കേൾക്കാം വെടിപൊട്ടുന്നതും ബോംബ് പൊട്ടുന്നതും ഒക്കെ നമുക്ക് ദൂരെ കേൾക്കാം. ചാർജ് ജയ് ഹിന്ദ്. ഇതാണ് പോർവിളി. പോർവിളി. സ്തോത്രം. പഴയ നിയമം മുഴുവൻ പോർവിളിയാണ്. പോർവിളി. സൈന്യങ്ങളെ യഹോവ, യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളെ യഹോവ. പോർവിളിയുടെ ശബ്ദമാണ്. പുതിയ നിയമത്തിൽ ജയിച്ചവരുടെ ജൈവിളിയാ. സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ജയിച്ചവരുടെ ജൈവിളിയാണ് പുതിയ നിയമം മുഴുവൻ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണം. അപ്പോൾ പോർവിളിക്കും ജൈവിളിക്കും ഇടയിൽ എന്ത് നടക്കണം? യുദ്ധം ജയിക്കണം. പോർവിളിക്കും ജൈവിളിക്കുമിടയിൽ യുദ്ധം ജയിച്ചു. കാൽവരിയിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. കർത്താവ് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുകയാണ്. മരണം കൊണ്ട് സ്തോത്രം ജയിച്ചവൻ എന്റെ കർത്താവാ. ഹല്ലേലൂയ. മറക്കല്ലേ. സ്തോത്രം. മരണത്തെ ഒരു ഉത്സവമാക്കിയവന്റെ കർത്താവാ. അത് ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. അതെ, തന്റെ പ്രായശ്ചിത്ത ബലിമരണം ദുഷ്ടശക്തികളുടെ മേലുള്ള വിജയമാണ്. ഹല്ലേലൂയ. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്തോത്രം. ഗോലിയാത്തിനെ വീഴിച്ച ദാവീദിന്റെ നാമത്തിൽ ഒരു ഫിലിസ്ത്യൻ കീഴടങ്ങണമെന്ന് പറഞ്ഞതുപോലെ ദുഷ്ടശക്തികളുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ നാമത്തിൽ ഏതൊരു ദുഷ്ടശക്തിയും കീഴടങ്ങും.
കീഴടങ്ങും. ഹല്ലേലൂയ. ഈ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴടക്കിയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതെ, ഈ പോർക്കളത്തിൽ ദൈവം നമുക്ക് വിജയം തന്നിരിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പോർക്കളം എന്ന് പറയുന്നത് എന്നോട് ഒരിക്കൽ ഒരാൾ ഒരു യൂത്ത് മീറ്റിംഗിൽ കോൺഫറൻസിൽ വെച്ച് കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഈ സർവശക്തനായ ദൈവത്തിൽ ഈ മഹാദോഷിയായ ഈ പിശാചെ ഇവനെ അന്നേരമേ നശിപ്പിച്ചായിരുന്നു, ഈ തൊല്ലയൊന്നും ഉണ്ടാകുകയില്ലായിരുന്നല്ലോ, ഇല്ലേ? സ്തോത്രം. ഗോഡ് കുഡ് സിംപ്ലി അനിലേറ്റ് ഹിം. Why did you do that? കർത്താൻ അന്നേരം അവനെ ഇല്ലായ്മ ചെയ്യോ? ഇല്ലായ്മ ചെയ്താൽ പിന്നെ ഈ ഒരു തൊല്യം ഉണ്ടാകുക ഇല്ല. സഹോദരങ്ങളെ, നമ്മൾ തിരുവഴുത്ത് വായിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കി, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. സദൃശവാക്യം 16:4 സ്തോത്രം. ദൈവം തന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവനെയും നിയമിച്ചു വെച്ചിരിക്കുക, അവനെ അനുവദിച്ചിരിക്കുക. സ്തോത്രം. കാരണം നമുക്ക് ജയിക്കണമെങ്കിൽ, സ്തോത്രം, നോക്കണേ, ഒരു എതിരാളി അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, പ്രോഗ്രസ് എന്ന് പറയുന്നത് ഗ്രിപ്പ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ ഈ ടൈലിട്ട് ഒരു തറയിലോട്ട് കുറെ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചേച്ച് അതിന്റെ മുകളിൽ കൂടെ നടക്കാൻ നോക്കി, നോ ഗ്രിപ്പ്, നോ പ്രോഗ്രസ്, നോ റെസിസ്റ്റൻസ്, നോ പ്രോഗ്രസ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. ഇതുപോലെ നമുക്ക് ജയിക്കുവാൻ, നമുക്ക് ക്രിസ്ത്യാനുരൂപരാകുവാൻ, നമുക്ക് നിത്യജീവനിൽ കടക്കുവാൻ, നമുക്ക് വലിയ പ്രതിഫലങ്ങൾ കോഹരിക്കാരാകുവാൻ, സ്തോത്രം, ദൈവം അവനെ അവിടെ വെച്ചിരിക്കുക. ദൈവം തന്റെ ഉദ്ദേശത്തിനായിട്ട് അവനെ ഉപയോഗിക്കും. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവനെ കുത്താൻ സാത്താന്റെ ദൂതനെ അനുവദിച്ചു. സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവത്തോട് നമ്മുടെ ആ സങ്കടം പറഞ്ഞു കൊള്ളണം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കണം. ഹല്ലേലൂയ. ഈ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ജയിച്ച ജയാളിയുടെ അണിയിലാണ് ഞാൻ നിൽക്കുന്നത്. ജയിച്ച ജയാളിയുടെ നാമത്തിൽ ഏതൊരു തോറ്റ ശത്രുവും കീഴടങ്ങും. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ, ഹല്ലേലൂയ പാടിക്കൊണ്ട് നമ്മുടെ വിജയകരമായ ക്രിസ്തു നയിക്കുവാൻ, കർത്താവിനോട് അവന്റെ സൈന്യം ചേർക്കപ്പെടുവാനും കർത്താവ് കൃപ നൽകട്ടെ. ഏറിയ പ്രതിഫലങ്ങൾക്ക് അത് ഓഹരിയാകട്ടെ. കാരണമാകട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വന്ദനം.